ഒരു കാര്യം എത്ര ആഗ്രഹിച്ചിട്ടും അത് നടക്കുന്നില്ലല്ലേ? അതിന് കാരണം നമ്മളുടെ ചുറ്റുമുള്ള ഈ യൂണിവേഴ്സ് അല്ല കേട്ടോ, നമ്മളുടെ ചുറ്റുമുള്ള ഈ ആളുകളൊന്നുമല്ല. അതിൻ്റെ യഥാർത്ഥ കാരണം നമ്മൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തതാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ഓരോ കാര്യങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആവാൻ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എന്തിനാണ് പുറത്തുനിന്ന് അന്വേഷിക്കുന്നത്? ആളുകൾ പറയണം, മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യണം, മറ്റുള്ളവർ നമ്മളെ ഇൻസ്പയർ ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടോ ഒക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നമ്മളുടെ ഡ്രീമിനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമ്മൾക്ക് തന്നെയല്ലേ? മറ്റുള്ളവർ അത് കാണുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ അതിന് ചിലപ്പം തെറ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്, അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ അവർ തള്ളിപ്പറയും. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മൾ തന്നെയല്ലേ? നമ്മളുടെ ഡ്രീമിനെ ഫോക്കസ് ചെയ്ത് നമ്മളുടെ ഡ്രീമിനെ വാല്യൂ ചെയ്ത് അത് നമ്മൾക്ക് നേടിയെടുക്കണമെന്നുള്ള ഉറച്ച തീരുമാനം വേണ്ടത് ശരിക്കും നമ്മളുടെ ഉള്ളിലല്ലേ? അപ്പോൾ നമ്മൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ് കഴിയേണ്ടത്. ഒരു ദിവസം നമ്മൾ ടയേർഡാവും, ഇനി വേണ്ട എന്ന് തോന്നും. കാരണം നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ നമ്മളുടെ ഈ ഒരു ഗോളിനെതിരാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ മറ്റുള്ളവരിൽ നിന്ന് അന്വേഷിക്കുന്നത് അത് നമുക്ക് കിട്ടാതെ ആവുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ഇൻസ്പയർ ചെയ്യാതാവുമ്പോൾ, നമ്മൾക്ക് മോട്ടിവേഷൻ തരാതെ ആവുമ്പോൾ നമ്മൾ വീക്കാവും. നമ്മളുടെ ഈ ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ അങ്ങ് വിശ്വസിച്ചു പോകും. പക്ഷേ വിജയിക്കുന്നവർ അങ്ങനെയല്ല. അവർക്ക് മൂഡില്ലെങ്കിലും അവർ ചെയ്യും, കോൺഫിഡൻസ് ഇല്ലെങ്കിലും അവർ തുടങ്ങും. എന്താണോ ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ, ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്താണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ചിലപ്പം ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്നായിരിക്കും. ഇങ്ങനെ എന്താണോ നമ്മുടെയൊക്കെ ഒരു ഗോളുള്ളത്, എന്താണോ നമ്മൾക്ക് നേടിയെടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിന് വേണ്ട ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് തുടങ്ങുക എന്നുള്ളതാണ്. ആ ഒരു തുടക്കം തന്നെയാണ് ശരിക്കും നമ്മുടെ വിജയത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ മുഴുവൻ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാലും, നമ്മുടെ ചുറ്റുള്ള ആളുകളൊക്കെ നമുക്ക് എതിരെ നിന്നാലും, നമ്മളുടെ ഒരു ഗോള്, നമ്മളുടെ ഒരു ഡ്രീം നമ്മൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നിമിഷം തൊട്ടിട്ട് നമ്മളതിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടാവും. തുടങ്ങുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾക്ക് എതിർപ്പുകൾ ഉണ്ടാവും, നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടാവും, ഇൻഫോർമേഷൻസ് കുറവായിരിക്കും, നമ്മുടെ ഡ്രീംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ അതിലേക്ക് ഇനി എൻ്റെ ലൈഫിൽ അതിലേക്ക് എടുത്തു വെക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു തീരുമാനമാണ് ശരിക്കും നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ചെറിയ പ്രോഗ്രസ് പോലും സെലിബ്രേറ്റ് ചെയ്യാൻ, നമ്മളുടെ ഒരു ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ചെറിയ ചെറിയ പ്രോഗ്രസ് ഉണ്ടല്ലോ, അതിൽ കിട്ടുന്ന ചെറിയ ചെറിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അതൊക്കെ നമ്മളുടെ റിസൾട്ടാണ്. നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ എതിർത്തിട്ടും നമ്മളുടെ മാത്രം സപ്പോർട്ട് കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന നമ്മളുടെ ഡ്രീമാണ്. അതിൽ ഓരോ ചെറിയ വിജയവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. കാരണം കൺസിസ്റ്റൻസിയാണ് ഗെയിമിൻ്റെ ചേഞ്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്നലെ വരെ തുടർന്നുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. നമ്മളൊരു കാര്യം ആഗ്രഹിക്കും, മറ്റുള്ളവർ അതിനെ എതിര് പറയും, നമ്മൾ അതവിടെ ഉപേക്ഷിക്കും. അതിൽ നിന്ന് മാറിയിട്ട് എൻ്റെ ഒരു ഡ്രീമിനെ, എൻ്റെ ഒരു ഗോളിനെ ഞാൻ ഫോക്കസ് ചെയ്ത് അതിനെ നേടിയെടുക്കണം എന്നുള്ള ഉറച്ച തീരുമാനം എനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റേണ്ട ആദ്യത്തെ കാര്യമാണ്, എന്താണോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്കുള്ള സ്റ്റെപ്പ് ഞാൻ എടുത്തു വെക്കുക. അതിനടുത്തതായിട്ട് എന്താണ് വേണ്ടത്, എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, എൻ്റെ ആക്ഷൻസ് എന്താണ് മാറ്റാൻ കഴിയുക. ജോലി നേടാനാണെങ്കിൽ ഒരു PSC എക്സാം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി നേടാനാണെന്നില്ല, അതിൽ പഠിക്കുക എന്നുള്ളതാണ്, പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇന്നലെ വരെയുള്ളത് കഴിഞ്ഞു. ഇതുവരെയുള്ള ഏജ് ഓവർ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ ഏജ് കഴിഞ്ഞു, ചിലപ്പം 35+, 38 ഒക്കെ ആയി. ഇനി ചിലപ്പം 1-2 വർഷം മാത്രം ബാലൻസ് ഉണ്ടാവുള്ളൂ. എന്നാലും ഇപ്പോഴാണല്ലോ എനിക്ക് തോന്നിയത്, ഈ നിമിഷം ഞാൻ തുടങ്ങുക, ഒരു ജോലി വാങ്ങണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ നിമിഷം ഞാൻ അതിനിറങ്ങുക. എനിക്ക് എന്താണോ ഇപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ ഉള്ളത്, ആ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ജോലികൾ ഞാൻ അന്വേഷിക്കുക.
ഉറപ്പായിട്ടും നമ്മൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കും മറ്റുള്ളവർ തരുന്ന ആ വാല്യൂവിനും മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ടിനും ഒക്കെ വെയിറ്റ് ചെയ്യാതെ നമ്മളുടെ ഡ്രീമിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഇന്ന് നമ്മൾ നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ലോകം മുഴുവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ലൈഫ് ചേഞ്ചിങ് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.